പരീക്ഷയ്ക്ക് ഓർത്തിരിക്കേണ്ട വേറൊരു പോയിൻ്റാണ് ലൈറ്റിംഗ് എന്ന് പറയുന്നത്. ലൈറ്റിങ്ങിനകത്ത് പ്രധാനമായിട്ടും ചോദിക്കുന്നത് ഈ 3 പോയിൻ്റ് ലൈറ്റിനെ കുറിച്ചായിരിക്കും കൂടുതൽ എപ്പോഴും ചോദിക്കാറുള്ളത്. അത് ഞാനൊന്നുകൂടെ ഇപ്പോൾ വീണ്ടും പറഞ്ഞുതരാം. ലൈറ്റ് ഒബ്ജക്റ്റീവായിട്ട് ഐഡിയലി ടു ബ്രിങ് ഔട്ട് ദി solidness of an object, 3 light sources from different angles or direction are used. 3 ലൈറ്റുകൾ ഡിഫറൻ്റ് ആയിട്ട് ആംഗിളിൽ വെച്ചിട്ട് ഒരു 3 ഡയമെൻഷണൽ എഫക്റ്റ് ഉണ്ടാക്കിയെടുക്കലാണ് ലൈറ്റുകളുടെ ഒരു പ്രധാന ബേസ്. ദിസ് ഈസ് റിഫർഡ് ടു ദി 3 പോയിൻ്റ് ലൈറ്റ്. ദി 3 പ്രിൻസിപ്പൽ ലൈറ്റ് യൂസിങ് ഇൻ ദി അപ്രോച്ച് ആർ. നമ്മൾ 3 പോയിൻ്റ് ലൈറ്റ്സിനെ കുറിച്ചാണ് കൂടുതൽ ഓർത്തിരിക്കേണ്ടത്. 3 പോയിൻ്റ് ലൈറ്റ്സ് വെച്ചിട്ടാണ് ഒരു വസ്തുവിൻ്റെ 3 ഡയമെൻഷണൽ അല്ലെങ്കിൽ ട്രൈലൈറ്റ് വെച്ച് 3 ഡയമെൻഷൻ ഇമ്പാക്റ്റ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇപ്പം ഞാനിപ്പോൾ ഇരിക്കുന്നത് ഒരു നാച്ചുറൽ ലൈറ്റ് റൂമിനകത്ത് കൊടുക്കുന്ന ആംബിയൻസ് വെച്ചിട്ടാണ്, ആംബിയൻ ലൈറ്റാണ്. പക്ഷേ എനിക്ക് ബാക്കിൽ നിന്ന് ഒരു ലൈറ്റ്, ഒരു സൈഡിൽ നിന്ന് ഒരു ലൈറ്റ്, എൻ്റെ ഫ്രണ്ടിൽ ഫുള്ളായിട്ട് ഫില്ല് ചെയ്യാനായിട്ടൊരു ലൈറ്റ് കൊടുക്കുകയാണ് 3 പോയിൻ്റ് ലൈറ്റ് എന്ന് പറയുന്നത്. മൊത്തത്തിൽ ആ റൂമിന് വോളിയമായിട്ട് ഒരു ഫുൾ ലൈറ്റ് ഉണ്ടാവും. അത് നമുക്ക് ഡയറക്റ്റ് ഉപയോഗിക്കുക, അല്ലെങ്കിൽ നമ്മൾ റിഫ്ലക്റ്റ് ചെയ്ത് ഉപയോഗിക്കുകയൊക്കെ ചെയ്യാം. രണ്ടാമതെന്ന് വെച്ചാൽ ഒരു കീ ലൈറ്റ്, ചിലപ്പോൾ ഈ ജനലിൽ നിന്ന് വരുന്ന ഒരു ലൈറ്റ് ആയിരിക്കാം, അതിനുപോലെ നമുക്ക് അസംബിൾ ചെയ്ത് ഒരു സൈഡിൽ നിന്ന് കൊടുക്കാം. പിന്നെ വരുന്നത് ബാക്കാണ്. ബാക്ക് ലൈറ്റ് നമ്മളെപ്പോഴും ബാക്ക്ഗ്രൗണ്ടും നമ്മൾ തമ്മിൽ വിടിയിച്ച് നിർത്തുന്ന ഒരു ലൈറ്റായിട്ട് തോന്നിക്കുകയും ചെയ്യും, നമുക്ക് കൂടുതൽ ഡയമെൻഷൻസ് ഫീൽ ചെയ്യുകയും ചെയ്യും. അതാണ് 3 പോയിൻ്റ് ലൈറ്റുകൾ. 3 ലൈറ്റ്സ് വെച്ച് തന്നെ നമുക്ക് ഇപ്പോൾ സൂര്യനിൽ നിന്ന് വരുന്ന ഒരു നാച്ചുറൽ ലൈറ്റിനെ തന്നെ നമുക്ക് ഒരു റിഫ്ലക്ടർ ഉപയോഗിച്ച് കീ ലൈറ്റും സൂര്യനെ ഫില്ലൈറ്റായിട്ട് ഉപയോഗിച്ചിട്ട് നാച്ചുറലി നമുക്ക് റിഫ്ലക്ടർ ജനലിൽ കൂടെ വരുന്ന ഒരു ലൈറ്റിനെയും കൂടെ അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ ബാക്ക്ഗ്രൗണ്ടിലേക്ക് ഒരു റിഫ്ലക്ടറും കൊടുത്തിട്ട് നമുക്ക് ഈ 3 പോയിൻ്റ് ലൈറ്റ് നാച്ചുറലി തന്നെ ക്രിയേറ്റ് എടുക്കാം. നമുക്ക് ഫിലിമിൻ്റെയൊക്കെ ഷൂട്ടിങ്ങിന് പലപ്പോഴും ഈ നാച്ചുറൽ ലൈറ്റ് യൂസ് ചെയ്ത് 3 പോയിൻ്റ് ലൈറ്റിൻ്റെ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നത് കാണാം. അത് നമ്മൾ നിരന്തരം പരിശീലനം കൊണ്ട് ഉണ്ടാക്കിയെടുക്കേണ്ട ഒരു സെൻസാണ്. ഇത് ശരിക്കും ബ്യൂട്ടി സെൻസ് കൂടെയാണത്. ചിലപ്പോൾ അത് 2 പോയിൻ്റ് ലൈറ്റ്, 1 ലൈറ്റ്, ഹാർഡായിട്ടുള്ളൊരു 1 ലൈറ്റിലേക്ക് ചില കഥാപാത്രങ്ങളെയും കഥയുടെ മൂഡിനനുസരിച്ച് മാറ്റിയെടുക്കാറുണ്ട്. ഇപ്പോൾ നമ്മൾ സ്റ്റുഡിയോയിൽ ചെന്നാൽ നമുക്ക് അവർ ഉപയോഗിക്കുന്ന 3 പോയിൻ്റ് ലൈറ്റാണ്. കാരണം നമ്മുടെ വോളിയം കൃത്യമായിട്ട് എടുക്കുക എന്നുള്ളതാണ് ചെയ്യുന്നത്. അത് ചില ഫ്ലാഷ് ഉപയോഗിച്ച് ചെയ്യുന്നവരുമുണ്ട്, പക്ഷേ അവരുടെ അത് പരന്നിരിക്കും. അപ്പോൾ നമ്മൾ ഡയമെൻഷൻസോടുകൂടി ഒരു ചിത്രം പകർത്തിയെടുക്കണമെങ്കിൽ 3 പോയിൻ്റ് ലൈറ്റ് അത്യാവശ്യമാണ്. അതാണ് അടിസ്ഥാന ലൈറ്റുകളായിട്ട് ഉപയോഗിക്കുന്നത്. 3 പോയിൻ്റ് ലൈറ്റ്സ് ക്യാൻ പ്രൊവൈഡ് ബൈ കീ ടു. ഒന്നാമതായിട്ട് നമ്മൾ കീയാണ്. കീ ടു ദി സീൻ അപ്പിയർ ഡിഫൈൻ ദി മെയിൻ ഷാഡോ ടു ദി സീൻ ഓൺ ദി ഫേസ്. നാച്ചുറലി ലൈറ്റ് ഫ്രം ദി സൺ after act the key light. It is usually hard, providing clear shadows. A soft key given a more glamorous, softer appearance. A shift in the position of the key may alter the light from natural illuminations to one with strange, unnatural shadows. It is normally placed in a cross front position. For example, to 45-degree vertical, 45-degree horizontal from the lens axis. ലെൻസിൽ നിന്ന് 45 ഡിഗ്രി മാറ്റിയിട്ട് ഒരു ലൈറ്റ് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ ഹൊറിസോണ്ടൽ കീ ലൈറ്റ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം. എ ഫിൽ ലൈറ്റ് എന്ന് പറയുന്നത്, എ ഫിൽ ലൈറ്റ് ക്യാൻ റെഡ്യൂസ് ദി ഹാർഡ്നസ് ആൻഡ് എ കോൺട്രാസ്റ്റ് പ്രൊവൈഡ് ബൈ ദി കീ. ദിസ് ഈസ് ദി സോഫ്റ്റ് ലൈറ്റ് പോസിബിൾ softened even the further by a difference filter. Reflected light from the sun is often soft and produce a soft light. If light is single figure, it will usually to position below the eyelid. The low angle of the light can produce
blinds in the subject eyes with a 5 animation to the face. With a give an animation to the face. In a television studio, however, light are suspending from the ceiling grid. This a low position is not always possible. They could level a dark triangle unit bent the chin. The fill light is usually located 30 degrees from the lens axis and the opposite side from the key light. ഇവിടെ കീ ലൈറ്റ് ഇവിടുന്ന് സൈഡിൽ നിന്ന് ഹാർഡായിട്ട് കൊടുക്കുമ്പോൾ ഇവിടുന്ന് ഒരു സോഫ്റ്റ് ലെവൽ ഐ ലെവലിൽ താത്തി ഒരെണ്ണം കൂടെ വെക്കും. അപ്പോൾ 2 ലൈറ്റായി. ഒരെണ്ണം ഇപ്പോൾ സൂര്യൻ ലൈറ്റ് ഇവിടെ നിന്നാണ് പതിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മളൊരു റിഫ്ലക്റ്റ് വെച്ചിട്ട് സോഫ്റ്റ് ആക്കിയിട്ട് നമ്മുടെ ഐ ലെവലിന് താഴെ പിടിച്ചിട്ട് കൊടുക്കും. ഇത് 45 ഡിഗ്രി ആണെങ്കിൽ നമ്മുടെ കീ ലൈറ്റ് എങ്കിൽ ക്യാമറയുടെ ലെൻസ് ഇവിടെ ക്യാമറ ഇരിക്കണമെങ്കിൽ ഒരു 45 ഡിഗ്രി ഇങ്ങനെ വെക്കുമ്പോൾ ഈ ലൈറ്റ് ഒരു 30 ഡിഗ്രി വെച്ചിട്ട് ഫിൽ ലൈറ്റ് കൊടുക്കും. അങ്ങനെ 2 ലൈറ്റിൻ്റെ പൊസിഷൻസ് കഴിഞ്ഞാൽ പിന്നെ വേണ്ടത് എ ഹാർഡ് ബാക്ക് ലൈറ്റ്. ഒരു ഹാർഡായിട്ടുള്ളൊരു ബാക്ക് ലൈറ്റ് വേണം. ഫിൽ ലൈറ്റ് സോഫ്റ്റാണ്, കീ ലൈറ്റ് ഹാർഡാണ്. എന്നാൽ ഹാർഡ് ബാക്ക് ലൈറ്റും കൂടെ ചേർത്താൽ മാത്രമേ ഈ ട്രൈ ലൈറ്റ് ആവുകയുള്ളൂ. ക്യാൻ പ്രൊവൈഡ് എ ഹൈ ലൈറ്റ് എഫക്റ്റ് ദി ഹെയർ ആൻഡ് ഷോൾഡേഴ്സ്. ഈ തലമുടിയുടെ മേലും തോളിലുമാണ് ആ പിന്നെ ഈ ഹെയർ ലൈറ്റ് എന്ന് പറയും. അതിനെ ഈ ബാക്ക് ലൈറ്റ് എന്ന് പറയുന്നത് തന്നെയാണ്, അല്ലെ ഹാർഡ് ബാക്ക് ലൈറ്റ് എന്ന് പറയുന്നത് തന്നെയാണ് ഹെയർ ലൈറ്റ് എന്നും പറയും. അത് നമ്മുടെ ഒബ്ജക്റ്റിലേക്കാണ് അടിച്ചു കൊടുക്കുന്നത്. ആൻഡ് ഇമാജിനറി ലൈറ്റ് സോഴ്സ്. ഈ ഫിൽ ലൈറ്റ് കൊണ്ട് തന്നെ ഇവിടെ മൊത്തം ഫില്ലാവും. പിന്നെ ഒരു ലൈറ്റ് ഷെയ്ഡായിട്ട് ശക്തമായ ലൈറ്റ് കീ ലൈറ്റ് കൊടുക്കും. അപ്പോൾ ഇവിടെ കുറച്ച് ഷെയ്ഡാവും. ഇവിടെ നിന്നുള്ള സോഫ്റ്റ് ലൈറ്റും കൂടെ ആകുമ്പോൾ അതൊരു ഡയമെൻഷൻ തോന്നും. ഇതൊരു 45 ഡിഗ്രിയിൽ ഒരു 30 ഡിഗ്രി ഐ ലെവലിൽ താത്തി വെക്കുമ്പോൾ ടോപ്പിൽ നിന്നാണ് ഈ ഹെയർ ലൈറ്റ് അല്ലെ ഷോൾഡറിലൊക്കെ വന്നിട്ട് ഈ ബാക്ക്ഗ്രൗണ്ടുമായിട്ട് ഡിഫറെൻ്റ് ചെയ്ത് നിർത്തുന്നുള്ള ലൈറ്റ് വെച്ചിരിക്കുന്നത്. ഇത് ഹൈലൈറ്റ് എഫക്റ്റഡ് ടു ദി ഹയർ ആൻഡ് ഷോൾഡർ. ബേസിക്കലി എ ഇമാജിനറി ലൈറ്റ് സോഴ്സ് ദാറ്റ് serves to create an illusory third dimensions. It also serves to separate the subject from the background. If it is diagonally position the key, it can give a balance to the shape of the face. In addition to a backlight, we may choose to highlight the background with another light termed as background light. ബാക്ക് ലൈറ്റിനെ നമ്മൾ ബാക്ക്ഗ്രൗണ്ട് ലൈറ്റ് എന്ന് പറയും. ഈ 3 point lines ലൈറ്റിംഗ് ഈസ് ദി മോസ്റ്റ് കോമൺ ആൻഡ് മോസ്റ്റ് യൂസ്ഫുൾ ലൈറ്റിംഗ് ടെക്നിക്. ഈ 3 point ലൈറ്റ് ഞാൻ പറഞ്ഞു 45 ഡിഗ്രിയിലൊരു നല്ല ശക്തമായൊരു ലൈറ്റ്, കുറച്ച് ഐ ലെവലിന് താത്തി ഒരു 30 ഡിഗ്രിയിൽ ക്യാമറയുടെ 30 ഡിഗ്രി താത്തിയിട്ട് ഒരു ഫിൽ ലൈറ്റ് കൊടുക്കും. ഫിൽ ലൈറ്റിൽ ഇത് മൊത്തം പക്ഷേ ഒരു ദൂരെ നിന്നൊരു പുറകിൽ നിന്ന് ഒരു ടോപ്പ് ആംഗിളിൽ നിന്ന് തലയിലേക്കും ബാക്കിലേക്കും കൂടെ ഒരു ലൈറ്റ് അടിച്ചു കൊടുക്കും. ഇതിനെ നമ്മൾ പറയുന്നത് ഹെയർ ലൈറ്റ് അല്ലെങ്കിൽ ബാക്ക് ലൈറ്റ് അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് ലൈറ്റ്. ഈ 3 ലൈറ്റുകളും കൊണ്ട് ഒരുമാതിരിപ്പെട്ട നല്ല ചിത്രങ്ങളൊക്കെ നമുക്ക് പകർത്തിയെടുക്കാൻ കഴിയും. ഇത് നാച്ചുറൽ ലൈറ്റിൽ റിഫ്ലക്ടറും വൈറ്റ് ബോർഡൊക്കെ പിടിച്ച് അല്ലെങ്കിൽ അലൂമിനിയത്തിൻ്റെ ഫോയിൽഡ് പേപ്പർ ഒട്ടിച്ച ബോർഡൊക്കെ പിടിച്ച് അതിനെ റിഫ്ലക്റ്റ് ചെയ്തും നമുക്ക് നാച്ചുറൽ ലൈറ്റിലും ചെയ്തെടുക്കാവുന്നതാണ്. ഇത് സാധാരണ പരീക്ഷയിൽ ചോദിക്കാറുണ്ട്. അത് നന്നായിട്ട് ഓർത്ത് വയ്ക്കുക. അത് തനിയെ നോട്ട്സ് ഉണ്ടാക്കുക. അത് ഞാൻ പറഞ്ഞതിൽ നിന്നുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് എഴുതുക. ഞാൻ നേരത്തെ ഇത് വിശദമായി സ്റ്റില്ല് സഹിതം നിങ്ങൾക്ക് അയച്ചു തന്നിട്ടുള്ളതാണ്. ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുക.